അത് എവിടെ ഇരുന്നിട്ട് മന്ത്രിയുടെ പദവിയിൽ ഇരുന്നിട്ടാണ് അയാൾ പറഞ്ഞത്. ഒരു വേദനയും എന്നെ ഇന്നേ വരെ ജീവിതത്തിൽ അലട്ടില്ല. കാരണം എന്നറിയോ, അയാൾക്ക് കൊലപാതകം നടത്തുക എന്ന് പറയുന്നത്, ഒരാളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരാളെ പരപീഡനത്തിന് വിധേയമാക്കുക, അയാളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അയാൾ രതിസുഖം പോലെ ആസ്വദിക്കുന്ന ഒരു അങ്ങേയറ്റം ദുർബലനായിരിക്കുന്ന ഒരാളാണ് അയാൾ. ഈ ദുർബലാവസ്ഥയുടെ പ്രകടീകരണമാണ് ഈ. നമസ്കാരം. കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു. ഒരു നയാ പൈസ എടുത്ത് ദൈനംദിന ചെലവുകൾ കഴിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ ഖജനാവിൽ കാശില്ല എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം സർക്കാർ കടമെടുത്തിരിക്കുന്നു. കേന്ദ്രവിഹിതം ഇനിയും കിട്ടാനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. 1900 കോടി രൂപ വീണ്ടും കടമെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ധൂർത്തിൻ്റെ പുതിയ കഥകൾ പുറത്തു വരുന്നത്. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് PSC അംഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം. 21 PSC അംഗങ്ങളാണുള്ളത്. ഇവരുടെ നിലവിലെ ശമ്പളവും യാത്രാബത്തയും എല്ലാം കൂട്ടുവാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ധൂർത്തിൻ്റെ പുതിയ മുഖം. ഇപ്പോൾ തന്നെ നിലവിൽ യാത്രാബത്തയും ശമ്പളവും എല്ലാം കൂടി ഇവർ ഏതാണ്ട് 2 ലക്ഷത്തിലധികം രൂപയാണ് കൈപ്പറ്റുന്നത് മാസം. ഇതിനു പുറമെയാണ് ഇപ്പോൾ ഇവരുടെ യാത്രാബത്തയും ശമ്പളവും കൂട്ടാൻ വേണ്ടി സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ അംഗത്തിനും ഏതാണ്ട് 3 ലക്ഷത്തിൽ ചില്ലുവാനും അധികം രൂപ കൊടുക്കേണ്ടതായി വരും, അധിക ചിലവ് കണ്ടെത്തേണ്ടതായി വരും. മാത്രമല്ല, കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം പുലർത്തുവാൻ വേണ്ടി കേരള സർക്കാർ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മുൻ മന്ത്രി കൂടിയായ കോൺഗ്രസിൽ നിന്നും അടുത്തിടെ CPM-ലേക്ക് ചേക്കേറിയ KV തോമസിന്റെ യാത്രാബത്തയും ഓണററിയും പുതുക്കി നൽകുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് പ്രതിവർഷം KV തോമസിന്റെ യാത്രാബത്തയിൽ കൊടുക്കുന്നത് 5 ലക്ഷം രൂപ എന്നുള്ളത് ഏതാണ്ട് 13 ലക്ഷത്തി ചില്ലാനും രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. KV തോമസിനെ സംബന്ധിച്ചിടത്തോളം MLA പെൻഷൻ, MP പെൻഷൻ, മന്ത്രി എന്ന രീതിയിലുള്ള പെൻഷൻ, പ്രൊഫസർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പെൻഷൻ, ഇങ്ങനെ നിരവധി പെൻഷനുകൾ അദ്ദേഹം വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ശമ്പളം വാങ്ങിക്കാൻ സാധിക്കില്ല. ശമ്പളം എന്ന ഇനത്തിൽ ഒരു നയാ പൈസ പറ്റുകയാണെങ്കിൽ ഈ കിട്ടുന്ന പെൻഷനുകളൊന്നും അദ്ദേഹത്തിന് ലഭ്യമാവാതെ വരും. അതുകൊണ്ട് കൂർമ്മ ബുദ്ധിയോടുകൂടി തന്നെ KV തോമസ് ഇവിടെ വലിയ സൗജന്യം സർക്കാരിന് വേണ്ടി ചെയ്യുന്നു എന്ന മട്ടിലാണ് ഓണറേറിയം കൈപ്പറ്റുന്നത്. മാത്രമല്ല, ഔദ്യോഗിക യാത്രകൾക്കെല്ലാം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് സർക്കാരിൻ്റെ പ്രത്യേക ചിലവിൽ തന്നെയാണ്. അതായത് KV തോമസിന് നൽകിക്കൊണ്ടിരിക്കുന്ന യാത്രാബത്തയും ഓണററിയും കൂടാതെ തന്നെ അദ്ദേഹം വിമാനയാത്രയ്ക്ക് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ സർക്കാരിന് വേണ്ടി ചെയ്യുന്ന യാത്രകൾക്ക് പ്രത്യേക വിമാനക്കൂലി കേരള സർക്കാർ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ധൂർത്തിൻ്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു പിണറായി വിജയന്റെ സർക്കാർ. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, നാളുകളായി ആശാ വർക്കർമാർ പൊരുവേലത്ത് നിന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ആനുകൂല്യങ്ങളും ക്ഷാമബത്തയ്ക്കും വേണ്ടി. ആ കാര്യത്തിൽ യാതൊരു തരത്തിലും തീരുമാനമെടുക്കാതെ 5 നയാ പൈസ അവർക്ക് കൊടുക്കുന്ന തീരുമാനം ഒന്നും തന്നെ കൈക്കൊള്ളാതെ PSC മെമ്പർമാർക്കും അതുപോലെ തന്നെ KV തോമസിനുമെല്ലാം ശമ്പള വർധനവും ഓണറേറിയവും എല്ലാം കൂട്ടിക്കൊടുക്കുന്ന തിരക്കിലാണ് പിണറായി വിജയൻ സർക്കാർ. എങ്ങനെയാണ് ഈ സർക്കാർ ജനകീയ സർക്കാർ എന്ന് പറയാൻ സാധിക്കുക? ഈ വിഷയത്തിൽ ക്രൈം ഓൺലൈൻ്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസ് പാണ്ഡ്യാല ഷാജിയുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തുകയുണ്ടായി. പാണ്ഡ്യാല ഷാജി ഈ വിഷയത്തിൽ പിണറായി വിജയനെ അതിനിശിതമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. പിണറായി വിജയനും പിണറായി വിജയന്റെ ഭാര്യയും മകളും അടങ്ങുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റാണ് ഇന്ന് കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കിച്ചൺ ക്യാബിനറ്റ് എടുക്കുന്ന വിഷയങ്ങൾ, തീരുമാനങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ധൂർത്തിന്റെ കെടുകാര്യസ്ഥതയുടെ കളിയരങ്ങായി മാറിയിരിക്കുന്നു കേരള മന്ത്രിസഭ എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെ അതിനിശിതമായി വിമർശിച്ചു കൊണ്ട് തുറന്നടിച്ചത്. മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിന്റെ മനസ്സിനൊരു ആനന്ദം കിട്ടുന്നു. ഇതിലൂടെ പിണറായി വിജയൻ രതിമൂർച്ചയിലൂടെ കിട്ടുന്ന ഒരു സുഖം തന്നെ അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റുള്ളവരുടെ വേദനയിലും അവരെ വേദനിപ്പിച്ച് അവർ വേദനിച്ച് പുളഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ അതിലൂടെ പിണറായി വിജയൻ അനുഭവിക്കുന്നത് ഒരു തരം രതിമൂർച്ഛന തന്നെയാണ് എന്നാണ് പാണ്ഡ്യാല ഷാജി വിശേഷിപ്പിച്ചത്. പാണ്ഡ്യാല ഷാജി അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. റോമാ നഗരം കത്തുമ്പോ വീണ വായിച്ച നീറോ ആണ് വാസ്തവത്തിൽ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാണ്. ഇതുപോലെ ചെറ്റത്തരം, ഇതുപോലെ തെമ്മാടിത്തം, ഇതുപോലെ അഹങ്കാരിത്തം, ഇതുപോലെ ദുർവൃത്തികൾ, ഇതുപോലെ പരപീഡനവും പുച്ഛവും മുഖമുദ്രയാക്കിയിട്ട് ഒരാളെ നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ ഇന്നേ വരെ കാണിച്ചു തരാൻ പറ്റും? നിങ്ങൾക്ക് ഒരിക്കലും അത് കാണിച്ചു. ഇത് മറ്റു തരത്തിൽ പറയുന്നതല്ല. ഇല്ല എന്നതിന്റെ ഉദാഹരണം ഞങ്ങൾ ഒന്ന് തിരിച്ചത് ആലോചിക്കുക.
ആശാവർക്കർമാർ ഈ കത്തിക്കാളുന്ന വെയിലത്താണ് സമരം ചെയ്യുമ്പോൾ അതിനോട് 10% മുഖം തിരിച്ചു നിൽക്കാൻ ഈ മനുഷ്യൻ എങ്ങനെയാണ് സാധ്യമാവുന്നത്? എങ്ങനെയാണ് അത് സാധ്യമാവുന്നത്? ഇയാൾക്ക് ഇത് സാധ്യമാവുകയുള്ളൂ. അവിടെയാണ് ഇതിന്റെ വിഷയം. കാരണം ഇതിനകത്തെല്ലാം ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു സംഭവമാണ്. ഇയാള് കേരളത്തിലെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോൾ ഇയാൾ ഒരു ഇന്റർവ്യൂ വന്നിട്ടായിരുന്നു മലയാള മനോരമ പത്രത്തിനകത്ത്. ആ പത്രത്തിനകത്ത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റ് ഉണ്ട്. എന്താ കമന്റ് നിങ്ങള്? ഒരു വേദനയും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അലട്ടിയിട്ടില്ല, ഒരു വേദനയും നാളെ എന്നെ അലട്ടുകയുമില്ല. ഇയാൾ പറഞ്ഞതാണത്. കേരളത്തിലെ മന്ത്രിയായിരിക്കുന്നയാൾ, പിന്നീട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നയാൾ, പിന്നീട് ഇപ്പൊ മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ, ഇത്രയും വലിയ ഒരു ചെറ്റത്തരം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ കേരളത്തിൽ അത് ഇപ്പോഴും ജീവനോടെ ബാക്കി ഉണ്ടാവുമോ? ഏതെങ്കിലും ഒരാൾ ഉണ്ടാവുമോ? അത് എവിടെ ഇരുന്നിട്ട് മന്ത്രിയുടെ പദവിയിൽ ഇരുന്നിട്ടാണ് അയാൾ പറഞ്ഞത്. ഒരു വേദനയും എന്നെ ഇന്നേ വരെ ജീവിതത്തിൽ അലട്ടില്ല. കാരണം എന്നറിയോ, അയാൾക്ക് കൊലപാതകം നടത്തുക എന്ന് പറയുന്നത്, ഒരാളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരാളെ പരപീഡനത്തിന് വിധേയമാക്കുക, അയാളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അയാൾ രതിസുഖം പോലെ ആസ്വദിക്കുന്ന ഒരു അങ്ങേയറ്റം ദുർബലനായിരിക്കുന്ന ഒരാളാണ് അയാൾ. ഈ ദുർബലാവസ്ഥയുടെ പ്രകടീകരണമാണ് ഈ കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും. ഇതിനകത്ത് വേറൊരു ഉദാഹരണം നിങ്ങൾ എടുത്തു നോക്ക്. CPI എന്റെ നാട്ടിൽ CPIയുടെ വളരെ പ്രമുഖനായിരിക്കുന്ന നേതാവായിരുന്നു സഖാവ് CV കുഞ്ഞിരാമേട്ടൻ. പന്നിന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന CV കുഞ്ഞിരാമേട്ടൻ. ഗോവ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന മലബാറുകാരനായിരിക്കുന്ന ഒരാൾ, മാഹി യുവജന സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന ആൾ, RIN കലാപത്തിനകത്ത് പങ്കെടുത്തിരിക്കുന്നയാൾ, ഇങ്ങനെ ഒട്ടനവധി സമരമുഖങ്ങൾക്ക് പങ്കെടുക്കുന്ന അതിപ്രഗത്ഭനായ പ്രാസംഗികന് കൂടിയായിരിക്കുന്ന PV കുഞ്ഞിരാമേട്ടൻ 1964 പാർട്ടി തുറന്നപ്പോൾ അദ്ദേഹം CPIയിലാണ്. ഈ പന്നിന്നൂർ എന്ന് പറയുന്ന തലശ്ശേരിക്കടുത്തുണ്ടായിരിക്കുന്ന ശുക്രിക്കടുത്തുണ്ടായിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചപ്പോ അത് വാങ്ങില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അത്യപൂർവം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരാളാണ് ഈ CPIയുടെ വലിയ നേതാവായിട്ടുള്ള സഖാവ് CV കുഞ്ഞിരാമേട്ടൻ. ഈ കുഞ്ഞിരാമേട്ടന്റെ മാതൃക പിന്തുടരാൻ CPIക്ക് അകത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരാൾ CPIയെ പ്രതിനിധീകരിച്ച് PSCക്കകത്ത് വരുന്നുണ്ടെങ്കിൽ അത് വരുമെന്ന് പറയാനുള്ള ഉറപ്പും തന്റെ ഇടവും കൊടുക്കാൻ ഈ പറയുന്ന ഇപ്പോ നമ്മുടെ ബിനോയ് വിശ്വത്തിന് ധൈര്യം ഉണ്ടാവും? പറയാൻ പറ്റുമായിരിക്കും. ധൈര്യം ഉണ്ടാവുമോ? അപ്പൊ നിങ്ങളിത് കാണിക്കുന്നത്, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു തലമുറയെ ഈ മനുഷ്യൻ പൂർണ്ണമായും കേരളത്തെ എന്തായിട്ട് വന്ധീകരിക്കുകയാണ്. അത് മാത്രമല്ല, കേരളത്തെ പ്ലണ്ടർ ആൻഡ് ലൂട്ടനിങ്ങിന് വിധേയമാക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മറുഭാഗത്ത് വരുന്നു KV തോമസ്. അയാളെ പോലത്തെ രാഷ്ട്രീയത്തിലെ ഭിക്ഷാന്തഹിയായിരിക്കുന്ന ഒരാൾ ഈ ദുനിയാവിൽ വേറെ കാണും. നമ്മൾ ഒരു ഉളുപ്പുമില്ലാതെ അയാൾ വാങ്ങുന്നത് പ്രൊഫസറുടെ പെൻഷൻ അയാൾ വാങ്ങുന്നു, മന്ത്രിയുടെ പെൻഷൻ വാങ്ങുന്നു, MLAയുടെ പെൻഷൻ വാങ്ങുന്നു, MP യുടെ പെൻഷൻ വാങ്ങുന്നു. ഇതെല്ലാം വാങ്ങും. അതിനാണ് ഇയാൾ ഓണററി എന്ന് പറയുന്ന സംഭവത്തേക്കുന്നത്. പെൻഷൻമാരുടെ ഓണററിയ മതിയല്ലേ പറഞ്ഞു. ആ ഓണററിയമാണ് ഒരു ദൈവമില്ലാതെ ഈ കേരളത്തിലെ മനുഷ്യന്മാർ ഇങ്ങനെ എന്താ പറയാ ആശാവർക്കർമാർ ഒരു ഭാഗത്ത് വരുന്നു, മറുഭാഗത്ത് എന്താ പറയാ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു, അത് കുടിശ്ശികയാകുന്നു. ഇതൊന്നും ഇയാൾക്ക് ബാധകമല്ല. ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത് ഏതാണെന്നറിയോ? ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ മക്കളും ഇയാളുടെ സിൽബന്ധികളും ചേർന്ന് നിൽക്കുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. ഈ മുടിഞ്ഞ കിച്ചൺ ക്യാബിനറ്റാണ് വാസ്തവത്തിൽ കേരളത്തെ ഇന്നിപ്പം നയിക്കുന്നത്. അതിനകത്ത് ഉന്നതരായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു, സർവ്വ പാർട്ടികളിലെയും വയ്ക്കുന്ന രാഷ്ട്രീയക്കാരായിരിക്കുന്ന എന്താ പറയാ തനികീടങ്ങളായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു, കോടതി നിയമ സംവിധാനത്തിനകത്തുള്ള ആൾക്കാർ വരുന്നു. സർവ്വയാളെയും ഇങ്ങനെ എന്റെ കയ്യിൽ വെച്ചിട്ട് വിരാട് പുരുഷനെ പോലെ ജീവിക്കുന്ന ഒരു അങ്ങേയറ്റം ക്രൂരമായ ഒരു അഭ്യാസമാണ് വാസ്തവത്തിൽ ഇയാൾ നടത്തുന്നത്. ഇത് ഈ ഒരു സംഭവത്തെ ചെറുക്കേണ്ടത് ആര് എന്നാണ് ചോദ്യം. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവൊക്കെ CPIയിലൊക്കെ പരിഹരിക്കുന്നതിന് പരമാവധി പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു വിഷയം എവിടെയാണെന്നറിയോ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPI ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇതിനകത്ത് ഒരു ചെറുവിരൽ നിങ്ങൾ അനക്കുന്നില്ല എങ്കിൽ സംഭവിക്കാതിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയോ? ഈ കേരളം ഇപ്പൊ തന്നെ ഇത് മുടിച്ചിരിക്കുന്നു. ഇനി ഒന്നും എടുത്തു വെക്കാൻ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ഇയാൾ ഇതിനെ നശിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് 100 കോടി ഉറുപ്പിയല്ലേ ഇയാൾ വാഹനം വാങ്ങാൻ മാറ്റി വെച്ചതല്ലേ? 100 കോടി ഉറുപ്പിയ. ഈ 100 കോടി ഉറുപ്പിയ അതിനകത്ത് നീക്കി വെക്കുന്ന സമയത്ത് അതിനകത്ത് പൈസ എടുത്തിരുന്നാൽ ഈ പറയുന്ന ആശാവർക്കർമാരുടെ അവരുടെ പൈസ കൊടുത്തു കുടിശ്ശിക കൊടുക്കാൻ കഴിയാതില്ലേ? അവർ നമ്മളെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയാതില്ലേ? വരേണ്ട വിഷയം എന്താണ്? ക്ഷേമ പെൻഷൻ കുറിച്ച് ഇത് ഇവിടെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന തുകകൾ സർക്കാർ ചെയ്യുമ്പോൾ അത് UDF-നകത്തുള്ള പോലും വാങ്ങുകയല്ല വേണ്ടത്. ഞങ്ങളിത് വാങ്ങില്ലെന്ന് UDF-നെ പണിക്കാർ മാറ്റിയല്ലോ. CPIയുടെ അംഗങ്ങൾ ഇത് തയ്യാറാകുമോ? അല്ലെങ്കിൽ അത് പാർട്ടിയോട് ആവശ്യപ്പെടുമോ? ഇതാ ഇപ്പൊ വെളിയം ഭാർഗവൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അയക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ നിയമസഭയിൽ നിന്ന് MLA-മാർക്ക് കൊടുത്തിരിക്കുന്ന TVയും ഫ്രിഡ്ജും കൊടുത്തിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ. അത് വാങ്ങരുതെന്ന് തീരുമാനിച്ച ആളാണ് ഈ പറയുന്ന വെളിയം. വാങ്ങരുത്, ഒരൊറ്റയാൾ വാങ്ങിയില്ല. അഥവാ വാങ്ങിയിട്ടൊക്കെ തിരിച്ചു കൊണ്ടുപോയിട്ട് സ്പീക്കറുടെ ചേംബറിൽ കൊണ്ടുപോയിട്ട് ആ സാധ്യതയിൽ ഓഫീസിൽ തിരിച്ചേൽപ്പിക്കണമെന്നാ പറഞ്ഞത്.
ഇന്നത്തെ പത്രത്തിനകത്ത് വാർത്തയുണ്ടല്ലോ CPI ആഫീസിനകത്തേക്ക് ഇരിക്കുന്ന അതായത് പൊളിഞ്ഞ കസേര. ഇപ്പൊ ഒരു പാട്ട കസേരയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിൽ പോയി ഇതുപോലത്തെ ഒരു പാട്ട കസേരയില്ലേ. ഇപ്പൊ ഇതുപോലെ എന്റെ നാട്ടിലെ ബീന ടൂറിസ്റ്റുകാർ ഇരിക്കുന്ന ഒരു പാട്ട കസേര. ആ പാട്ട കസേരയിലാണ് അവർ സ്റ്റേറ്റ് കൗൺസിൽ യോഗം നടക്കുമ്പോൾ ഇരിക്കുന്ന ഇരുമ്പിന്റെ കസേര. ആ കസേരയ്ക്ക് ഒരു പുതിയ ഒരു ഗംഭീരമായ കസേര വാങ്ങിത്തരാമെന്ന് CPIയോട് ആഭിമുഖ്യമുള്ള അനുഭാവമുള്ള ഏതോ ഒരു വ്യവസായി കൂടിയായിരിക്കുന്ന ഒരാൾ പിന്നെ പറഞ്ഞു. ഇപ്പൊ വെളിയം പറഞ്ഞ മറുപടി എന്താ പറഞ്ഞത്? അത് വാങ്ങിയിട്ട് അതിനകത്ത് ഇരുന്നാൽ ഇവൻ മരിക്കുന്നവരെ പറയും. എന്ത് പറയും? ഞാൻ എനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കസേരകത്താണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് അത് വേണ്ട തീരുമാനിച്ച പാർട്ടിയാണ്, പാർട്ടി സെക്രട്ടറിയാണ് ആര്? ഈ പറയുന്ന വെളിയം. നിങ്ങൾക്ക് 1,00,000 കോടി കിലോമീറ്റർ ദൂരത്തോട് പോകാൻ ധൈര്യം ഉണ്ടോ? ഈ പറയുന്ന MP ഗോവിന്ദനല്ലോ ഉണ്ടോ? 1,00,000 കോടി കിലോമീറ്റർ ദൂരത്തോട് പോകാൻ ധൈര്യം ഉണ്ട് ഇയാൾക്കതിലല്ലോ ഉണ്ടോ? ഒരു പാർട്ടി ഒരു മുഖ്യമന്ത്രി എത്ര തീരുമാനം എടുത്തില്ലെങ്കിൽ ആ തീരുമാനം പാടില്ലെന്ന് പറയുന്നിടത്താണ് ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടാവുന്നത്. അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇരിക്കേണ്ടടുത്തിരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആൾ ബാറ്റ് കയറിയിരിക്കുന്നു പറഞ്ഞത് അവിടെയാണ്. ഇത് മുഴുവൻ തന്നെ കയറൂരി വിട്ടിട്ട് ഇയാൾക്ക് തോന്നിയിരിക്കുന്ന മുഴുവൻ അധാർമിക പ്രവൃത്തികളും നിർബാധം എന്നോണം നടത്തുക. അതിന് പൈസ ആരെടുത്ത് എടുക്കുന്നത്? പൈസ പബ്ലിക്കിന്റെ പൈസയാണ്. എന്നാൽ പബ്ലിക്കിനകത്ത് ഏറ്റവും നിരാലംബരം നിസ്വരമാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക്, സമരം ചെയ്യുന്നവർക്ക്, അവർക്ക് കുടിശ്ശിക കൊടുക്കാൻ കാശില്ലാതിരിക്കുകയും ചെയ്യുക. ഇവർ ഈ ധൂർത്തും തമ്മാടിച്ചു നടക്കുക. ഈട്ടം കേക്ക് എന്ന് പറയുന്ന സംഭവമല്ലേ സാരിത്? ഫ്രഞ്ച് റവല്യൂഷനകത്ത് ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യത്തിന് സമാനമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ആധുനിക കേരളത്തിനകത്ത് അത്തരം ഒരു മുദ്രാവാക്യം ഉയർത്തേണ്ട ഘട്ടം ഉണ്ടായിത്തീരുക എന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണ് സർ വാസ്തവത്തിൽ? ഇയാൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്? ഇങ്ങനെയാണ് അവകാശപ്പെടുന്നത്. നാണമില്ലാതെ ഇന്നിപ്പോ ഈ പറയുന്ന ഇതില്ല ഗവർണറുടെ വിഷയത്തിനകത്ത് PSC വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന സമയത്ത് അവർ ആരെ വേണമെങ്കിലും നിയമിക്കാമെന്ന് പറഞ്ഞ അവസരം ഇവിടെ PSCക്കകത്ത് നിങ്ങൾ ഒരാളെ നിശ്ചയിക്കുന്നത് നിങ്ങൾ എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്താണ് ഇതിനകത്ത് വെക്കുന്നത്? ഏത് പരീക്ഷ പാസ്സായിട്ടാണ് ഇവർ ഇരിക്കുന്നത്? ഇതിനകത്ത് ഏത് പരീക്ഷയാണ് പാസ്സായിട്ടുള്ളത്? ഏത് പരീക്ഷ പാസ്സായിട്ടില്ല? രാഷ്ട്രീയക്കാരന് ഇഷ്ടമുള്ളവരെ വെക്കല്ലേ? ഇതേ സാധനം ആരും ചെയ്യുന്നുള്ളൂ. ഇതേ സാധനം ചെന്നെയാണ് വൈസ് ചാൻസലർമാരായിട്ട് വെക്കുന്ന സമയത്ത് പോലും UGCയുടെ പുതിയ ഭേദഗതിക്കകത്ത് വരുന്നത്. ഇതിനെ എതിർക്കാനും ചെറുക്കുമ്പോ നിങ്ങളുടെ ഭാഗത്ത് എന്തിട്ടുണ്ടോ ന്യായം? എന്തിന്റെ ന്യായം? ഞാനതിനെ മറ്റൊരു ന്യായീകരിക്കല്ലേ ചെയ്ത്. പക്ഷേ പറയുന്നതിനകത്ത് എന്തെങ്കിലും എന്ന് പറയാ ഒരു സത്യസന്ധതയുടെ, മാന്യതയുടെ, ധാർമ്മികതയുടെ അതിന്റെ നേരിയൊരു അംശമെങ്കിലും അതിനകത്ത് ഉണ്ടാവണം. ഇതില്ലാതെ വിളിച്ചു പറയാന്ന് പറഞ്ഞ അർത്ഥമല്ല. അത് ശരിക്കും എന്ന് പറഞ്ഞാല് മാറ്റുകൾ പറഞ്ഞത് അത് ഷോയിങ് ഓഫ് ആണ്, വെറും സാധനമല്ലത്. ഒന്നുമല്ല. എന്റെ നാട്ടുകാരുടെ മുമ്പിൽ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നു പറയാനാണോ? പുതിയനത്തെ ഇത്രമാത്രം പറഞ്ഞിരിക്കും. നിത്യോപയ സാധനത്തിന്റെ വിലയാണെങ്കിൽ ഒരു പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിൽ കുതിക്കുന്നു. അത് ആളുകൾ മുഴുവൻ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, തൊഴിലില്ലാത്ത ഒരവസ്ഥ മറുഭാഗത്ത് വന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഇത്തരം ഒരു കൊടും ക്രൂരത നടത്തുന്ന ഘട്ടത്തിലും കൂടിയാണ് ആശാ വർക്കേഴ്സ് ആയിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ 10 ദിവസമായി ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ തടയിൽ നിന്ന് പോയി വെയിൽ കൊള്ളുകയാണ്. ഈ മുഖ്യമന്ത്രി കൂടി സത്യത്തെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സത്യം ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുക എന്ന് മാത്രമേ അയാളെ തടയണം. തടഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞാൽ അയാൾ ഈ ഓർഡർ കിട്ടുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ തുക ലഭ്യമാക്കാനുള്ള സംഗതികൾ തന്നെ ഒപ്പുവെപ്പിക്കണം. അവിടെ വെച്ച് ഇതാണ് വാസ്തവ ജനാധിപത്യം.